ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ആദ്യമായിട്ട് ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. രാവിലെ എണീറ്റ് കുറച്ച് ഉമ്മച്ചിയോട് അടുക്കള ജോലിയൊക്കെ ചെയ്തതിന് ശേഷം മോളെ ഒന്ന് എണീപ്പിക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. അവളോട് കുറച്ച് നേരം കളിച്ച് തിരിച്ച് പിന്നെ എണീറ്റ് റൂമിൽ പോയി റെഡിയായി. എനിക്കിങ്ങനെ വലിയ മേക്കപ്പിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് അതാണ് മെയിൻ. പിന്നെ വെയിലത്താണ് പോക്കായതുകൊണ്ട് കുറച്ച് സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കും. അങ്ങനെ റെഡിയായി കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വണ്ടി എടുത്തിറങ്ങി. ഇടവഴി ചെന്നപ്പോഴാണെങ്കിലോ ഗേറ്റ് അടവ്. കുറേ നേരം അവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് സ്കൂളെത്തി. സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളായിരുന്നു. ഇതുവരെയുള്ള ട്രെയിനിങ് സെഷൻ റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഇയർ പ്ലാനും കണ്ടൻറ് അനാലിസിസും ഒക്കെ ചെയ്തതിന് ശേഷം ഉച്ചയായപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ ഒരു വീഡിയോ, മുട്ടച്ചോറും ചിക്കൻ ഫ്രൈയും തൈരും കൂടെ. പിന്നെ പാവം പോട്ടെ, പ്രവാസിയല്ലേ. ഉച്ചയ്ക്ക് 3:30 ആയപ്പം ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോക്കായി. നടന്ന് വണ്ടി അപ്പുറത്തായിരിക്കുന്നത്. കാപ്പിലെത്തി, ഞങ്ങളുടെ ഹോം ടൗൺ. ഇതിന് തൊട്ടടുത്ത് 5 മിനിറ്റ് ദൂരെയുള്ളൂ എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ തിരിച്ചു വന്നത് മോളെ എടുത്ത് റൂമിൽ വന്നത് പിന്നെ നേരെ ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷായിട്ട് തിരിച്ചു വന്ന് കഴുകിയ തുണിയൊക്കെ മടക്കി വെച്ച് കുറച്ച് നേരം മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മോൾക്കിപ്പോൾ 6 മാസം ആകുമ്പോൾ. എനിക്കിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമല്ല. 6 മാസം കഴിഞ്ഞ് ജോലി കയറണം തന്നെയായിരുന്നു മുന്നേയും ചിന്തിച്ചത്. പക്ഷേ എല്ലാം മാറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും സെലക്ട് ആയപ്പോഴും ഒന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ, എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ മോളെ ഇട്ടിട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോയ ദിവസമാണ് എനിക്ക് നെഞ്ചിലെന്തോ കല്ലെടുത്ത് വെച്ച ഫീലായിരുന്നു എനിക്ക്. അതിനുശേഷം മിക്ക സമയങ്ങളിൽ ഞാൻ അവളുമായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. കാരണം അവൾ എന്നെ മറന്നു പോകുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. എൻ്റെ പൊട്ട ബുദ്ധിയായിരിക്കും. എന്നിരുന്നാലും എൻ്റെ ഓരോരോ ചിന്തകൾ അങ്ങനെയായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ ഇല്ലെങ്കിൽ അവൾ എന്നെ മറന്നു പോവുമോ, എൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് പോവുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ചത് എൻ്റെ മോളാണ്. എന്നെ കാണുമ്പോൾ അവളുടെ ചിരിയും, എൻ്റെ അടുത്ത് ഒട്ടും ഒരു അകൽച്ച ഇല്ലാത്ത രീതിയിൽ അവൾ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, പണ്ടത്തതിനേക്കാൾ കൂടുതൽ അടുപ്പം അവൾ എൻ്റെ അടുത്ത് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാവാം, കളിക്കുന്നത് കൊണ്ടാവാം, ചിരിക്കും. എൻ്റെ അടുത്ത് ഭയങ്കര ചിരിയാണ്. അവളെ കൊണ്ട് എപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നതാണ്, കൂടുതൽ സംസാരിക്കണം, അവളത് കൂടുതൽ കഥ പറയണം. അവൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന വാവയാണ്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവൾ അത് ശ്രദ്ധിച്ചു കൊടുക്കും. നമ്മളെ മുഖത്ത് നോക്കും, എക്സ്പ്രഷനൊക്കെ നമ്മൾ നോക്കും. ഇപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവളുടെ ഓരോ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോഴത്തേക്ക്. എനിക്ക് നല്ല എല്ലാ അമ്മമാർക്കും മക്കളുടെ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോഴത്തേക്ക് സന്തോഷം തന്നെയാണ്. ഒരു വർക്കിംഗ് മദർ എന്ന് പറയുന്ന ഒരു ഇത് എനിക്ക് ഇത്രത്തോളം ഇമോഷണൽ ആക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാറുണ്ട് ഇപ്പം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.